കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനായി 50-ലധികം കുട്ടികളെ സൗജന്യമായി കൊച്ചിയിലെത്തിച്ച് യൂത്ത് കോൺഗ്രസ്. കരിമ്പ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനായി നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള 50-ലധികം കുട്ടികളെ സൗജന്യമായി കൊച്ചിയിലെത്തിച്ച് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റി. കഴിഞ്ഞ മാസം കോങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റുമുട്ടി വിജയികളാകുന്ന ടീമിനെ സൗജന്യമായി കൊച്ചിയിൽ കൊണ്ടുപോയി കളി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നവാസ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പറഞ്ഞതിൽ തിരുത്തുവരുത്തി കളിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചിയിലേക്ക് തിരിച്ചത്. കൂട്ടത്തിൽ മുഴുവൻ കുട്ടികളും ആദ്യമായാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നേരിൽ കാണാൻ പോകുന്നതെന്നും കുട്ടികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്നും കേരളത്തിലെ മറ്റൊരു നിയോജകമണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കാൻ മടിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ് നവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത് എന്നും കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ് പറഞ്ഞു. കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് അസംബ്ലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാച്ചാന്തോട് വെച്ച് നമ്മളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തപ്പെട്ടത്. ആ ഫുട്ബോൾ ടൂർണമെൻറ്റോടനുബന്ധിച്ച് നമ്മൾ മുതിർന്ന ആളുകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒരു കളി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കുട്ടികൾ കളി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ആവേശം കൂടി. അപ്പോൾ അവിടെ വെച്ച് യൂത്ത് കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഈ കളിയിൽ വിജയിക്കുന്നത് ആരാണോ അവരെ നേരിട്ട് കൊച്ചിയിൽ കൊണ്ടുപോയി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനത്തിൽ ചെറിയൊരു തിരുത്ത് വരുത്തിക്കൊണ്ട് അന്ന് അവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികളുമായിട്ടും ഇന്ന് നമ്മൾ കൊച്ചിയിലേക്ക് ഗോവയുടെയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും കളി കാണാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം കേരളത്തിൽ മറ്റൊരു നിയോജകമണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കാത്ത രീതിയിൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ മറ്റൊരു നിയോജകമണ്ഡലം കമ്മിറ്റിയും ഏറ്റെടുക്കാത്ത രീതിയിലുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കോങ്ങാട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇതിനോട് സഹകരിച്ച, ഇതിനോട് സഹായിച്ച, അതിനെല്ലാം ഉപരി ഇതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് നവാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ജവഹർ യൂത്ത് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് നിയോജകമണ്ഡലത്തിന് കീഴിൽ നടത്തിയതാണ് കഴിഞ്ഞ 13-ാം തീയതി. അതിൽ കുട്ടികൾക്ക് ഞങ്ങളൊരു വാക്ക് കൊടുത്താണ് ISL നേരിട്ട് കാണാൻ കൊച്ചിയിലേക്ക് അവർ കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങളിന്നത് അവർ വാക്ക് പാലിക്കുന്ന ദിവസമാണെന്ന്. കുട്ടികളെല്ലാവരും നല്ല ആവേശത്തിലാണ്. കുട്ടികളുടെ ആവേശവും സന്തോഷമാണ് ഞങ്ങൾ സന്തോഷം. കോൺഗ്രസ് നേതാക്കളായ നൌഷാദ് കാരാകുർശി, ജെയ്സൺ ചാക്കോ, അസ്ലം തുപ്പനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി.